നമസ്കാരം. ന്യൂസ് കേരള പ്രധാന വാർത്തകളുമായി CK നാസർ കാഞ്ഞങ്ങാട്. മുൻ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ BJPയുടെ സംസ്ഥാന അധ്യക്ഷനാകും. ഔദ്യോഗിക പ്രഖ്യാപനം ഇന്നുണ്ടാകും. കോർ കമ്മിറ്റിയിലാണ് രാജീവ് ചന്ദ്രശേഖറിൻ്റെ പേര് നിർദ്ദേശിച്ചത്. രണ്ടാം മോദി സർക്കാരിൽ കേന്ദ്ര സഹമന്ത്രിയായിരുന്ന അദ്ദേഹം പാർട്ടിയുടെ അടിസ്ഥാന വോട്ടുകൾക്ക് പുറമെ കൂടുതൽ വിഭാഗങ്ങളിലേക്ക് എത്താനാകുമോ എന്ന പരീക്ഷണമാണ് രാജീവ് ചന്ദ്രശേഖറിലൂടെ BJP കേന്ദ്ര നേതൃത്വം നടത്തുന്നത്. രാജീവ് ചന്ദ്രശേഖർ കഴിവ് തെളിയിച്ചയാളാണെന്ന് BJP നേതാവ് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു. അദ്ദേഹം BJP സംസ്ഥാന അധ്യക്ഷനാകുന്നത് സന്തോഷത്തോടെയാണ് സ്വീകരിക്കുന്നതെന്നും അദ്ദേഹത്തെ പ്രസ്ഥാനത്തെ നല്ല രീതിയിൽ മുന്നോട്ട് നയിക്കുമെന്നും അവർ പറഞ്ഞു. BJP സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് തുടരാൻ ആഗ്രഹിച്ചിരുന്നില്ലെന്നും കാലാവധി കഴിയുമ്പോൾ മാറേണ്ടി വരുമെന്ന് തനിക്ക് അറിയാമായിരുന്നുവെന്നും K. സുരേന്ദ്രൻ. സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് രാജീവ് ചന്ദ്രശേഖറിൻ്റെ നാമനിർദ്ദേശ പത്രിക മാത്രമാണ് ലഭിച്ചിട്ടുള്ളതെന്നും ഇന്ന് ഔദ്യോഗിക പ്രഖ്യാപനമുണ്ടാകുമെന്നും K. സുരേന്ദ്രൻ പറഞ്ഞു. രാജീവ് ചന്ദ്രശേഖർ BJPയുടെ ഐഡിയോളജിയുള്ള ആളാണെന്ന് കരുതുന്നില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. വേറെ പാർട്ടികളുടെ ആഭ്യന്തര കാര്യത്തിൽ ഇടപെടാറില്ലെന്ന് പറഞ്ഞ സതീശൻ സുരേന്ദ്രനോടല്ല ഫൈറ്റ് ചെയ്യുന്നതെന്നും സുരേന്ദ്രൻ ഫോളോ ചെയ്യുന്ന ഐഡിയോളജിയോടെ ആണെന്നും സതീശൻ പറഞ്ഞു. BJP സംസ്ഥാന അധ്യക്ഷനായി രാജീവ് ചന്ദ്രശേഖറിനെ തിരഞ്ഞെടുത്തതിനെക്കുറിച്ച് ചോദ്യത്തിന് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. ലഹരിക്കെതിരെയുള്ള ഓപ്പറേഷൻ ഡി ഹണ്ടിലൂടെ 1 മാസത്തിനകം അറസ്റ്റ് ചെയ്ത് 7307 പേരെ. ലഹരി വസ്തുക്കളുടെയും ADMA പോലുള്ള ലഹരി മരുന്നുകളുടെയും വിപണനവും ഉപയോഗവും തടയുന്നതിനും അതിലൂടെ ഉണ്ടാകുന്ന ക്രമസമാധാന പ്രശ്നങ്ങൾക്ക് അറുതി വരുത്തുന്നതിനും സംസ്ഥാന പോലീസിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ഡി ഹണ്ട് സ്പെഷ്യൽ ഡ്രൈവ് 1 മാസം പിന്നിടുകയാണ്. സംസ്ഥാന വ്യാപകമായി 7277 പേരെ പരിശോധനയ്ക്ക് വിധേയമാക്കി. 7038 കേസുകൾ രജിസ്റ്റർ ചെയ്തു. ഈ കേസുകളിൽ മയക്കുമരുന്നുകളായ 3952 കിലോഗ്രാം MDMA, 461.52 കിലോഗ്രാം കഞ്ചാവും 5132 കഞ്ചാവ് വീടികളും പിടിച്ചെടുത്തു. മയക്കുമരുന്നിനെതിരെ എക്സൈസ് സേന നടപ്പിലാക്കിയ ഓപ്പറേഷൻ ക്ലീൻ സ്ലേറ്റിലൂടെ സംസ്ഥാനത്ത് മയക്കുമരുന്ന് കേസുകൾ 2 ആഴ്ചക്കിടെ പിടിയിലായത് 873 പേർ. മയക്കുമരുന്ന് വ്യാപനത്തിനെതിരെ പഴുതടച്ച പ്രതിരോധം സാധ്യമാക്കിയ എക്സൈസ് സേനയെ തദ്ദേശ സ്വയംഭരണ പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി MP രാജേഷ് അഭിനന്ദിച്ചു. സ്കൂളുകൾ കേന്ദ്രീകരിച്ചുള്ള നിരീക്ഷണം വരുന്ന ആഴ്ച കൂടുതൽ ശക്തമാക്കാനും അതിർത്തിയിൽ കർശന ജാഗ്രത തുടരാനും മന്ത്രി നിർദ്ദേശം നൽകി.